ഏറ്റുമാനൂര്, പുതുപ്പള്ളി ആ റൂട്ടാണിത്. അത് കുഞ്ഞുനാളത്ത് ഭയങ്കര ഒരു ഓർമ്മയാണ്. ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ കുളിച്ചിട്ടാണ് സാധാരണ ആൾക്കാര് ഓർത്തഡോക്സ് സഭക്കാരുടെ കയ്യിലാണുള്ളത്. ഓർത്തഡോക്സും യാക്കോബേറ്റും തമ്മിൽ എപ്പോഴും അടിയാണ്. ഇതിന്റെ തൊട്ട് താഴെ കാണുന്നതാണ് നമസ്കാരം. കൈപ്പന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. എൻ്റെ വൈഫിൻ്റെ വീട് കോലഞ്ചേരിയിലാണ്. കോലഞ്ചേരിയിലോട്ട് പോകുന്ന കൊട്ടാരക്കര ടു കോലഞ്ചേരി അല്ലെങ്കിൽ എറണാകുളം വരെയുള്ള കാഴ്ചകളാണ്. നാടും നാട്ടാരെയും അറിഞ്ഞുള്ള യാത്രയാണ്. കുറച്ച് പള്ളികളൊക്കെ കയറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പം തുടങ്ങാം. ഇപ്പൊ കൊട്ടാരക്കര കഴിഞ്ഞ് പുത്തൂർ മുക്കായി. നമ്മളിപ്പം എങ്ങോട്ടാണ് ആദ്യം പോകുന്നത്? ആദ്യം പരുമല പള്ളിയിലാണ് ആദ്യം പോകുന്നത്. അതിനുശേഷം പോകുന്നത് പുതുപ്പള്ളിയാണോ മണർകാടാണോ? പുതുപ്പള്ളി, പിന്നെ മണർകാട്, പിന്നെ നമ്മൾ കോലഞ്ചേരി ചെന്ന കോലഞ്ചേരി വലിയ പള്ളി, പിറവം, കടമറ്റത്ത് പള്ളി. ഇത്രയാണ് നമ്മുടെ ലിസ്റ്റിലുള്ള പള്ളികൾ ഇന്ന് പോകുന്ന വഴി. ഇപ്പൊ പോവല്ലേ? എല്ലാരും ഉണ്ട്. നേരെ പോയാല് കായംകുളം, നമുക്ക് പോകുന്ന റൈറ്റ് സൈഡിലോട്ടാണ്. കോട്ടയം റൂട്ടിലോട്ടാണ് പോകുന്നത്. അടൂരെത്തി, നമ്മൾ അടൂര്. സമയം ഏകദേശം 5:45. നമ്മൾ അടൂര് കഴിഞ്ഞ് കുറെ നേരമായി. പന്തളത്തെ അമ്പലമാണിത്. മണികണ്ഠനാൽത്തറ ക്ഷേത്രം, പന്തളം. ഇവിടാണ് ശബരിമലയിൽ പോകുമ്പം ആൾക്കാർ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. മിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ കൊട്ടാരം, പന്തളം കൊട്ടാരം ഇരിക്കുന്നത്. ഇവിടുന്ന് ആഭരണം കൊണ്ടുപോകുന്നത്. നേരം വെളുത്തു തുടങ്ങി. ആനവണ്ടിയൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. ആനവണ്ടി, പാൽവണ്ടി, പത്രക്കാര്. കൊട്ടാരക്കര എന്നുള്ള ഫാസ്റ്റ് പാസഞ്ചറാണ് കട്ടപ്പന, വാഗമൺ കട്ടപ്പന. അപ്പൊ നമ്മളിപ്പോൾ പോകുന്നത് ചെങ്ങന്നൂർ നഗരത്തിലൂടെയാണ് പോകുന്നത്. രാവിലെ മീൻ പിടിക്കുന്ന കാഴ്ചയാണ്. പരുമല പോകുന്ന റൂട്ടാണ്. വയലിനകത്ത് മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. രാവിലെ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. രാവിലെ പരുമല തിരുമേനിയുടെ പള്ളിയുടെ തൊട്ടടുത്ത് ഉള്ളൊരു കടയുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പരുമല പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. പള്ളിക്കുള്ളിൽ കയറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാൽ നമുക്ക് പള്ളിക്കുള്ളിലേക്കൊന്ന് പോയി നോക്കാം. ബാ. ശൈശവപ്രായം മുതൽ ദൈവഭയത്താലും മനുഷ്യശങ്കയാലും ജീവിതത്തെ അർത്ഥപൂർണമാക്കിയ പരുമലയുടെ പുണ്യവാനായ തിരുമേനി, പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും
പരീക്ഷണങ്ങളിൽ നിന്നും നിന്റെ മധ്യസ്ഥതയാൽ നിന്റെ ജനങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ കർത്തൻ മുന്നിൽ. പള്ളിയുടെ പുറത്തുവശമാണിത്. പള്ളിക്കുള്ളിൽ നമ്മൾ കണ്ടത് പള്ളി പരിമല തിരുമേനിയുടെ കബറിടം കണ്ടു. അതുപോലെ തന്നെ പള്ളി അന്ന് തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണാൻ സാധിച്ചു. അതിനുള്ളിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല. നല്ല വലിയൊരു കൊടിമരം നണ്ട അവിടെ കാണാൻ സാധിക്കും. പിന്നെ പരിമല തിരുമേനിയുടെ വീട് അല്ല അന്ന് താമസിച്ച സ്ഥലം ഇതിന് തൊട്ടടുത്തുണ്ട്. അവിടെ കയറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഇതാണ് പരിമല പള്ളി. അങ്ങനെ പരിമലപ്പള്ളി കണ്ട് ഇറങ്ങി. ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് പുതുപ്പള്ളിയിലാണ്. പരിമലപ്പള്ളിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഇവിടുത്തെ പദയാത്രയാണ്. ഞങ്ങൾ അടൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് നടന്നു വരുന്ന ആ ഓർമ്മകളും രാത്രികളിൽ പല പള്ളികളിൽ സ്റ്റേ ചെയ്യുന്നതും ഒക്കെ ഒരു രസമായിരുന്നു. വരുന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളിലും വെള്ളവും കേക്കും അത് കുഞ്ഞുനാളത്ത് ഭയങ്കര ഒരു ഓർമ്മയാണ്. പരിമലപ്പള്ളിയിലെ പദയാത്ര ഇപ്പോഴും നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പദയാത്രയ്ക്ക് മിക്ക സമയങ്ങളിൽ വരേണ്ടതാണ്. അപ്പൊ നമ്മൾ നേരെ ഇനി അടുത്ത പുതുപ്പള്ളി ഗീവർഗീസ് ദാദയുടെ പള്ളിയാണ്. അതുകൊണ്ടാണ് പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ നാടായ പുതുപ്പള്ളിയിലേക്കാണ് പോകുന്നത്. രാവിലെ നല്ല മഴയ്ക്ക് കോളുണ്ട് കേട്ടോ. കാർമേഘം കണ്ട് ഇരുണ്ട് മൂടി കിടക്കുന്നു. നമ്മളിപ്പോ ഉള്ളത് എവിടെ? കാലശ്ശേരി തിരുവല്ല പോകുന്ന റൂട്ടാണ്. അങ്ങനെ നമ്മൾ തിരുവല്ല നഗരത്തിലൂടെ പോവുകയാണ്. തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ജോയി ആലുക്കസിന്റെ അതാണ്. അതുപോലെ തൊട്ട് സൈഡിലാണ് തിരുവല്ല ബസ് സ്റ്റാൻഡ്. ഇവിടെ കൊണ്ടല്ലാണ് മുകളില് ലെഫ്റ്റ് സൈഡില് തിരുവല്ലയിലെ ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡാണ് ഈ സൈഡിൽ കാണുന്നത്. നല്ല മഴ. തിരുവല്ലയിൽ എത്തിയപ്പോ നല്ല മഴ, അടിപൊളി. നമ്മളിനി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ കോട്ടയത്തോട്ടാണ് പോകുന്നത്. നമ്മൾ കോട്ടയത്തോട്ടാണ് പോകുന്നത്. പക്ഷെ കോട്ടയം ടൗണിൽ ടച്ച് ചെയ്യാതെ ഏറ്റുമാനൂർ വഴി പോകുന്ന റൂട്ടാണ് നമ്മളിത്, അല്ലേ? ഏറ്റുമാനൂര്, പുതുപ്പള്ളി, ആ റൂട്ടാണിത്. ഈ റൂട്ട് വരണം. നമ്മൾ തിരുവല്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് പെരുന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ റൈറ്റ് തിരിയേണ്ടത്. ഒരു അടിച്ചുപൊളി പാട്ടുണ്ട് കേട്ടോ. രാവിലെ ബൈലോഗ് പണിക്ക് പോകാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. 8 മണിയാവുന്നു. കൃത്യനിഷ്ഠയാണ് അവരുടെ കാര്യം, അല്ലേ? കൃത്യം 8 മണിയാകുമ്പോ എല്ലാവരും അവരുടെ ഒരു ടീമായിട്ട് വന്നിട്ട് ആ കവലയിലേക്ക് ഇരിക്കും. ആവശ്യമുള്ള ആൾക്കാർ വന്ന് പൊയ്ക്കൊണ്ട് പോകും. നമ്മൾ പുതുപ്പള്ളിയിലെത്തിയിരിക്കുകയാണ്. നേരെ കാണുന്നത് പുതുപ്പള്ളിയാണ്. അത് ഓർത്തഡോക്സ് ചർച്ചും ഇത് യാക്കോബൈറ്റ് ചർച്ചും. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഗീവർഗീസ് ദാദയുടെ പള്ളിയാണ്. ഇവിടെ സൈഡിലായിട്ട് മീൻ കച്ചവടമൊക്കെ കാണാം രാവിലെ.
അടിപൊളി വയലുകളെല്ലാം നിറഞ്ഞ് മഴ പെയ്ത് നനഞ്ഞ് അത്യാവശ്യം വെള്ളമുണ്ട്. പുതുപ്പള്ളി പള്ളി എൻട്രൻസ് ആണിത്. സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്, ഗീവർഗീസായുടെ നാമത്തിലുള്ള പള്ളിയാണ്. ഉമ്മൻചാണ്ടി കാണൂടെ അതിനകത്ത്? ഉമ്മൻചാണ്ടി വിളിക്കണം. പള്ളിക്കുള്ളിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പള്ളിക്കുള്ളിൽ നമുക്ക് കാണാം ഗീവർഗീസായുടെ തിരുശേഷിപ്പ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ പള്ളിക്കുള്ളിൽ ഉള്ളിലെ കാഴ്ചകളും ചുറ്റുമുള്ള കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. പുതുപ്പള്ളി തന്നിൽ വാഴും പൊൻഗീവറുഗീസേ, പുതുപ്പള്ളി തന്നിൽ വാഴും പൊൻഗീവറുഗീസേ, പുതുപ്പള്ളി തന്നിൽ വാഴും പൊൻഗീവറുഗീസേ. അങ്ങനെ നമ്മൾ മണർകാട് എത്തിയിട്ടുണ്ട്. ഈ മണർകാട് പള്ളിയിലേക്ക് കയറാൻ പോവാണ്. ദൈവമാതാവിന്റെ അരക്കെട്ട് 1982 ഫെബ്രുവരി 26 പള്ളിയിൽ സ്ഥാപിച്ചു. മണർകാട് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു മഴമരം നിൽപ്പുണ്ട്. റെയിൻ ട്രീ, കൂറ്റൻ മഴമരമാണ്. മണർകാട് പള്ളിയിൽ റാസയുടെ സമയത്ത്, അതായത് 8 നോമ്പിന്റെ പെരുന്നാളിന്റെ ലാസ്റ്റ് ദിവസം റാസയുടെ സമയത്ത് ഇവിടെയുള്ള തിരക്ക് കാരണം ഇവിടെ പള്ളിക്ക് ഉള്ളിലോട്ട് പോലും പ്രവേശിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം തിരക്കായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു റാസയാണ് മണർകാട് പള്ളിയിലെ റാസ. നമുക്ക് പള്ളിക്ക് ഉള്ളിലേക്ക് കയറി കാഴ്ചകൾ കാണാം. അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൽ നിന്ന് ആൾക്കാർ വെള്ളമൊക്കെ കോരി കുടിക്കും. അതൊക്കെ ഇവിടുത്തെ ഒരു നേർച്ച പോലെയാണ്. ഇവിടെ ഒരുപാട് കുർബാന പണം നമുക്ക് അവിടെ കൊടുക്കാം. അടിമപ്പണം, കുരിശുണ്ട് അവിടെ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്താണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുളമുണ്ട്. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ സ്ത്രീകൾക്കുള്ള കുളം, പുരുഷന്മാർക്കുള്ള കുളം അപ്പുറത്താണ്. കിണറിലെ നാളയങ്ങൾ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് സമയങ്ങളിൽ പാളത്തൊട്ടി ഉണ്ടല്ലോ, പാളത്തൊട്ടിയിലാണ് അതിനകത്ത് കോരി വെള്ളം കോരി എടുക്കുന്നത്. ഇപ്പം സാധാരണ തൊട്ടിയാണ് എടുക്കുന്നത്.
ഇതിന് തൊട്ട് താഴെ ഇവിടെ ഞാൻ നേരത്തെ ഒരു കുളം കാണിച്ചു. ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ കുളിച്ചിട്ടാണ് സാധാരണ ആൾക്കാർ, അത് നേർച്ചയാണ്, ഞാനിവിടെയുള്ള അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഇത് നേർച്ചയാണ്. ഇവിടെ കുളിച്ചിട്ട് പള്ളിക്കുള്ളിൽ കയറുന്നത്. അതിന് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഒരു കിണറുണ്ടല്ലോ, ആ കിണർ പള്ളി കോമ്പൗണ്ടിലുള്ളൊരു കിണറാണ്. അതും ഒരു നേർച്ചയായിട്ട് ആൾക്കാർ ഇവിടെ വന്ന് അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന ഒരു നേർച്ച പോലെ കാണുന്നൊരു സംഭവമാണ്. ആ പള്ളി അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നത്. നല്ല കട്ടയ്ക്ക് മഴ പെയ്യാണ്. കറക്റ്റ് സമയത്ത് അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ അവരോട് ചോദിച്ചാൽ അവർ നമ്മളോട് തന്നെ ചോദിച്ച് ഫോട്ടോ എടുത്ത് തരണമെന്ന്. അപ്പോൾ ഇത് ഫോട്ടോ എടുത്തു. രാഹുൽ എന്നാണ് ചേട്ടൻ്റെ പേര്. മണർകാട് തന്നെ ഉള്ളതാണ്. എവിടെ പോയാലും ഉള്ളൊരു സൂക്കേടാണ് അവിടുത്തെ ഒരു ചെടി എടുത്തു വരല്ലേ. അപ്പം നമ്മൾ മണർകാട് പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് കോലഞ്ചേരിയിലാണ്. കോലഞ്ചേരിയിൽ അവിടെ വലിയ പള്ളി ഓർത്തഡോക്സ് വലിയ പള്ളിയുണ്ട് കോലഞ്ചേരി. അതുപോലെ തന്നെ കടമറ്റത്ത് പള്ളിയുണ്ട്. 2 പള്ളിയുടെ കാഴ്ചകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നേരെ അങ്ങോട്ട് പോവാം. എപ്പോഴും അടി നടക്കുന്ന ഒരു പള്ളിയാണ് കോലഞ്ചേരി വലിയ പള്ളി. ഇതിപ്പോൾ കയ്യിലുള്ളത് ഓർത്തഡോക്സ് സഭക്കാരുടെ കയ്യിലാണുള്ളത്. ഓർത്തഡോക്സും യാക്കോബേറ്റും തമ്മിൽ എപ്പോഴും അടിയാണ്. ഇതിന്റെ തൊട്ട് താഴെ കാണുന്നതാണ് ഓർത്തഡോക്സിന്റെ ചാപ്പല്. അതിനപ്പുറത്ത് യാക്കോബേറ്റിന്റെ ചാപ്പലുണ്ട്. പീറ്റേഴ്സ് ആൻഡ് പോൾസിന്റെ ചർച്ചിന്റെ ഫ്രണ്ടിലാണ് വലിയ പള്ളി. കോലഞ്ചേരി വലിയ പള്ളിയുടെ ഫ്രണ്ടിലാണ്. ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 2 വരുന്നുണ്ട് നാളെ. കടമറ്റത്തെ പള്ളിയുമായിട്ട് അതുപോലെ മറ്റുള്ള കാഴ്ചകളുമായിട്ട് വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാറ്ററാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് നാളെ കാണാം ആ കാഴ്ചകൾ. അപ്പം വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് കൈപ്പൻസ്.